بسم الله الرحمن الرحيم. قال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1820 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 23 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد. صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 23 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയത് നാമാണ്. അവന്റെ മനസ്സിലെ ഓരോ തോന്നല് പോലും അറിയുന്നവനാണ് നാം. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് നാം അടുത്താണ് ഇരിക്കുന്നത് എന്നാണ് മനുഷ്യനെ കുറിച്ച് അല്ലാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ പ്രസ്താവിക്കുകയുണ്ടായത്. മനുഷ്യന്റെ ജീവിതം എന്തെങ്കിലും വിധത്തിൽ നിരുത്തരവാദപരമായ രീതിയിൽ അങ്ങ് ജീവിച്ചു തീർക്കാനുള്ളതല്ല. അവന്റെ ജീവിതം മുഴുവനായും തന്നെ അവന്റെ നിലപാടുകൾ, പ്രവർത്തനങ്ങൾ, സംസാരം തുടങ്ങിയ എല്ലാ കാര്യവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അവന്റെ ഇരുവശങ്ങളിലായിട്ട് കാര്യങ്ങളെ ഏറ്റുവാങ്ങി രേഖപ്പെടുത്തുന്ന മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യവും റഖീബും അതീതുമായ ഒരാളുടെ സാന്നിധ്യത്തിലല്ലാതെ മനുഷ്യന് ഉരിയാടാൻ സാധിക്കുകയില്ല. മരണസമയം, മരണത്തിന്റെ വെപ്രാളം
വന്നു ചേരുമ്പോൾ അത് ഒരാളുടെ അടുക്കൽ എത്തുന്നത് അവനിൽ വലിയ തിരിച്ചറിവുണ്ടാക്കുന്ന വിധത്തിലാണ്. മറ നീങ്ങി സത്യം വെളിപ്പെടുന്ന ഒരനുഭവമാണ് സക്രത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ഏതൊരാൾക്കും. അയാളോട് മരണവേളയിലായിട്ട് പറയപ്പെടുന്ന കാര്യം ദാലിക മാ കുന്ത മിൻഹു തഹീദ് എന്നാണ്. നീ ഒഴിഞ്ഞു മാറിയിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നീ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്ന സംഗതി ആണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്രത്തുൽ മൗത്ത് അവനെ സമീപിക്കുന്നത്. മരണത്തിന്റെ ആ വെപ്രാളം അല്ലെങ്കിൽ മരണം എന്ന അനുഭവത്തിലേക്ക് ഒരാള് ചെന്ന് ചേരുന്നത് അങ്ങനെയാണ്. അതുപോലെ കാഹളത്തില് ഊതപ്പെടുന്ന ആ സന്ദർഭം, ഉയർത്തെഴുന്നേൽപ്പിനായിട്ട് എല്ലാവരെയും അവരുടെ മൃതാവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ സന്ദർഭം, കാഹളത്തിലെ മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്താണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അത് നേരത്തെ താക്കീതായി അറിയിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാളിനെ കുറിച്ച് നേരത്തെ മുൻകൂട്ടി തന്നെ താക്കീത് നൽകപ്പെട്ടതാണ്. ആ ഒരു സന്ദർഭത്തില് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദർഭത്തെ വിവരിച്ചുകൊണ്ട് അല്ലാഹു പിന്നീട് ആയത്തുകളിൽ പറയുകയുണ്ടായി, വജാഅത്ത് കുല്ലു നഫ്സിൻ മാഹാ സായിഖുൻ വശഹീദ്. ഓരോ വ്യക്തിയെയുമായിട്ട് സായിഖായിട്ടും ഷഹീദായിട്ടും ഓരോരുത്തര് കൂടെ ഉണ്ടാകും. ആ വിധത്തിലാണ് അവനെ ആനയിച്ചു കൊണ്ടുവരിക. നേരത്തെ അവന്റെ ഇടതും വലതുമായി കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന വിധത്തില് മലക്കുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ മലക്കുകൾ തന്നെ ആവണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടത്തില് അവനെ ഏറ്റുവാങ്ങുന്ന സായിഖും ഷഹീദുമായ ആളുകൾ അല്ലെങ്കിൽ മലക്കുകൾ. സായിഖ് എന്ന് പറഞ്ഞാൽ നയിക്കുന്ന ആള്, ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആള് എന്നാണ് അർത്ഥം. ഷഹീദ് എന്ന് പറഞ്ഞാല് അവന്റെ സകല കാര്യങ്ങളിലും സാക്ഷ്യം വഹിക്കുന്ന, അവന്റെ എല്ലാ സംഗതികളും രേഖപ്പെടുത്തി ആ രേഖ ചുമന്നു വരുന്ന മലക്ക് എന്നും മനസ്സിലാക്കാം. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദ. ഈ ഒരു നാളിനെ കുറിച്ച്, ഈ ഒരു സന്ദർഭത്തെ കുറിച്ച് നീ തീർത്തും അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക. ഇപ്പോൾ ആ മറയൊക്കെ നീങ്ങിയിരിക്കുകയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്. നിനക്ക് കാര്യങ്ങൾ കൃത്യമായി കൂർമ്മതയോടുകൂടി കാണാൻ സാധിക്കും ഇന്ന്. ഇതാണ് ആ ഘട്ടത്തിൽ അവനോടായിട്ട് പറയപ്പെടുന്നത്. വഖാല ഖരീനുഹു. ഇന്ന് നമ്മൾ വായിച്ച് ഇന്ന് പഠനം ആരംഭിക്കുന്നത് ഈ ആയത്ത് മുതലാണ്, 23-ാമത്തെ ആയത്ത്. വഖാല ഖരീനുഹു. അവന്റെ കൂട്ടുകാരൻ അവനോടായിട്ട്, അവന്റെ കൂട്ടുകാരൻ പറയുന്നത്, അവനോടായിട്ടല്ല അവന്റെ കൂട്ടുകാരൻ പറയുന്നത് ആ ഘട്ടത്തില് വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് എന്നാണ്. എന്റെ അടുക്കൽ എന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളിതാ ഒരുങ്ങി തയ്യാറായി എത്തിയിരിക്കുന്നു എന്നാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ആളുടെ ഖരീൻ ആ സമയത്ത് പറയുന്നത്. അള്ളാഹുവിനോട് പറയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇയാളെ ഹാജരാക്കിക്കൊണ്ട് പറയുകയാണ്, ഹാദാ മാ ലദയ്യ അതീദ്. എന്റെ കൈവശമുണ്ടായിരുന്ന, എന്റെ ചുമതലയിലുണ്ടായിരുന്ന ആള് അതീതായിട്ട് എന്ന് പറഞ്ഞാൽ സജ്ജനായി ഒരുങ്ങി ഇതാ ഇവിടെ എത്തിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് ആള്, ഇവനെയാണ് എന്റെ ചുമതലയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന വിധത്തിലാണ് ആ കൂട്ടുകാരൻ പറയുന്നത്. ആരാണ് ഈ കൂട്ടുകാരൻ എന്നത് നമുക്ക് പരിശോധിക്കാം. അൽഖിയ ഫീ ജഹന്നം.
അപ്പൊ നൽകപ്പെടുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ഇരുവരും ചേർന്ന് അവനെ നരകാഗ്നിയിലേക്ക് ഇട്ടേക്കുക. ഞാനിതാ എന്റെ ചുമതലയിലുണ്ടായിരുന്ന ആളെ എല്ലാ നിലക്കും ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഖരീന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതികരണമായിട്ട് ഇവിടെ കേൾപ്പിക്കപ്പെടുന്നത് അൽഖിയ ഫീ ജഹന്നം കുല്ല കഫാരിൻ അനീദ്, നിഷേധിയും നന്ദി കെട്ടവനും ധിക്കാരിയുമായ അവനെ നരകത്തിലേക്ക് എറിഞ്ഞേക്ക് എന്നാണ് ആ ഖരീന് നൽകപ്പെടുന്ന നിർദ്ദേശം. അനീദ് എന്ന് പറഞ്ഞാൽ ദുർവാശി കാണിച്ചുകൊണ്ട് ഒരു സ്റ്റബേൺ ആയിട്ട് ഒരു വഴങ്ങാത്ത പ്രകൃതം കാണിക്കുന്ന ഒരാളെയാണ് അനീദ് എന്ന് പറയാം. കഫാർ എന്നാൽ നിഷേധി എന്ന, കടുത്ത നിഷേധി എന്നൊരർത്ഥവും കടുത്ത നന്ദികേട് കാണിക്കുന്നവൻ എന്ന ഒരർത്ഥവും ഉണ്ട്. രണ്ട് അർത്ഥങ്ങളിലും അത് ഇവിടെ അനുയോജ്യമാണ് താനും. അപ്പൊ ഇവിടെ ഖരീനാണ്, ഇവന്റെ കൂട്ടുകാരനാണ് ഇവനെ ഹാജരാക്കുന്നത്. ആരാണ് ഈ കൂട്ടുകാരൻ എന്ന കാര്യത്തില് മുഫസ്സിറുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലര് പറഞ്ഞത് ഈ ഖരീൻ എന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ട, നേരത്തെ ഇവിടെ മുകളില് 21-ാമത്തെ ആയത്തില് പരാമർശിക്കപ്പെട്ട സായിഖും ഷഹീദും, ഈ രണ്ടു കൂട്ടരിൽ ഷഹീദ് ആയ, ഷഹീദ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി ആ രേഖകള് ചുമന്നുകൊണ്ടുവരുന്ന മലക്കാണ് എന്ന വിധത്തിലാണ് ചിലർ അതിനെ വിശദീകരിക്കുന്നത്. വേറെ ചിലര് അതിനെ സായിഖ് എന്ന നിലക്കാണ് വിശദീകരിക്കുന്നത്. കൂടുതൽ സാധ്യത അതിന് തോന്നുന്നത് ഈ ഒന്നാമത്തെ സായിഖ് എന്ന മലക്ക് ആവാനാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ സായിഖായിട്ട് ഇയാളെ നയിച്ചു കൊണ്ടുവരുന്ന, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടത്തില് ഇയാളെ ഏറ്റുവാങ്ങുന്ന രണ്ട് മലക്കുകളും രംഗത്തുണ്ട്. സായിഖും ഷഹീദും രണ്ടുപേരും, ഈ നയിച്ച് തെളിച്ചു കൊണ്ടുവരുന്ന ആളും അയാളുടെ കർമ്മരേഖകളെ മുഴുവനും വഹിച്ചുകൊണ്ടുവരുന്ന ആളും, രണ്ടുപേരും, രണ്ട് മലക്കുകളും രംഗത്തുണ്ട്. അവരാണ് അവനെ തയ്യാറാക്കി ഒരുക്കി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഹാജരാക്കുന്നത്. വഖാല ഖരീനുഹു, അപ്പൊ അവന്റെ കൂട്ടുകാരനായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ മലക്ക് ആ ഘട്ടത്തിൽ പറയുന്നത് ഹാദാ മാ ലദയ്യ അതീദ്, എന്റെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആളാണിത്. ഇതാ അതീതായിട്ട് തയ്യാറായി എല്ലാ നിലക്കും ഒരുക്കപ്പെട്ട വിധത്തില് ഞാനിതാ അവനെ ഹാജരാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിനോട് ആ മലക്ക്, ഖരീനായ മലക്ക് പറയുന്നത്. ഈ രണ്ട് ഖരീനുകളുടെ കാര്യത്തില് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അവര് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലോ നിലപാടുകളിലോ സംസാരത്തിലോ ഒന്നും ഇടപെടൂല. അവര് കാര്യങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അവര് അവനെ ഒന്നിലേക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയോ ഒന്നും ചെയ്യൂല. അങ്ങനെയുള്ള ഒരു ദൗത്യമല്ല അവർ നിർവഹിക്കുന്നത്. മറിച്ച് ഈ രണ്ട് മലക്കുകളെ ഈ മനുഷ്യന്റെ കാര്യത്തില് സകല സംഗതികളും നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനുമായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഈ രണ്ട് കരീനുകളാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളില് ഇവന്റെ ശരീരവും ആത്മാവും ഒന്നിച്ച് ഇവൻ വീണ്ടും ജീവനുള്ള ഒരു മനുഷ്യനായി കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് വരുമ്പോ അവനെ ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന സന്ദർഭത്തില് ആ ഖരീനായ മലക്ക് അള്ളാഹുവിനോട് പറയുന്നത് ഹാദാമാ ലദയ്യ അതീദ്, എന്റെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നവനാണ് ഇതാ ഞാൻ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത്, ഇതാണ് കക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുന്നത്. ഈ ഹാജരാക്കപ്പെടുന്ന വ്യക്തി
ദുർമാർഗിയായി, സത്യനിഷേധിയായി, അക്രമിയായി ജീവിച്ച ആളാണ്. നേരത്തെ നമ്മൾ വായിച്ച വിവരണങ്ങളിൽ നിന്ന് ആ സൂചന നൽകപ്പെട്ടതാണ്. അപ്പൊ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ഈ വിധത്തില് ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹു ഈ രണ്ട് മലക്കുകളോടുമായിട്ട് നൽകുന്ന നിർദ്ദേശം ഇതാണ്: അൽഖിയ ഫി ജഹന്നം. രണ്ടുപേരോട് പറയുന്ന വിധത്തിലാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള ആ പദത്തിന്റെ ഘടന. അൽഖിയ എന്നാണ്. ഒരാളോടാണെങ്കിൽ അൽഖി എന്നേ പറയുള്ളൂ. ഇവിടെ അൽഖിയ എന്നാണ്. രണ്ടുപേരോടുമായിട്ട്, ഷഹീദും സായിഖും, രണ്ടുപേരോടുമായിട്ട് അള്ളാഹു പറയുക, നിങ്ങൾ ഇരുവരും ചേർന്ന് അവനെ ആ നരകത്തിലേക്ക് ഇട്ടേക്ക്. അൽഖിയ ഫി ജഹന്നം കുല്ല കഫാരിൻ അനീദ്. എല്ലാ കഫാറും അനീദുമായവന്റെ കാര്യത്തില് അള്ളാഹു പറയുന്ന കാര്യം അതാണ്. ഇവൻ ഉൾപ്പെടെയുള്ള സകല കഫാറും അനീദുമായ ആളുകൾ. കഫാർ എന്ന് പറഞ്ഞാല് നന്ദി കെട്ടവൻ, അങ്ങേയറ്റത്തെ നന്ദികേട് കാണിച്ചവൻ, അല്ലെങ്കിൽ കടുത്ത നിഷേധി. രണ്ട് അർത്ഥവും ആ പദത്തിനുണ്ട്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിച്ച നിഷേധിയായ മനുഷ്യൻ. അങ്ങനെയുള്ള സകലരെയും ആ നരകത്തിലേക്ക് എറിഞ്ഞേക്ക് എന്നാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അനീദ് എന്ന് പറഞ്ഞാല് യാതൊരു നിലക്കും വഴങ്ങാത്ത പ്രകൃതമുള്ള, ഒരു മർക്കട മുഷ്ടി കാണിച്ചുകൊണ്ട് നിലക്കൊള്ളുന്ന ഒരാളാണ് അനീദ്. പറഞ്ഞത് കേൾക്കാത്ത, അനുസരണക്കേട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു നിലക്കും പറഞ്ഞ് അനുനയിപ്പിച്ച് ഒരു സംഗതിയിലേക്ക് പ്രേരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തി അനീദ്. അപ്പൊ അങ്ങനെയുള്ള ധിക്കാരിയും ഒരുത്തം കെട്ടവനുമായ ഇവനെ, അല്ലെങ്കിൽ ഇവനെ പോലെയുള്ളവരെ ഒക്കെ ആ നരകത്തിലേക്ക് എറിഞ്ഞേക്ക് എന്നാണ് സായിഖും ഷഹീദുമായ മലക്കുകളോട് അള്ളാഹു ആ ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് അവന് നരകം അർഹിക്കുന്നവനായി അവൻ മാറിയതിന്റെ കാരണങ്ങളായിട്ട് ചില സംഗതികൾ, അവനുള്ള വിശേഷണങ്ങളായിട്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. തുടർന്ന് അവൻ എങ്ങനെയാണ് നരകത്തിന്റെ അവകാശിയായി മാറിയിട്ടുള്ളത്. ഒന്നാമത് കഫാറാണ്, അനീദാണ്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയാണ് മന്നാഇൻ ലിൽ ഖൈർ, നന്മക്കൊക്കെ തടസ്സം നിൽക്കുന്നവനാണ് അവൻ. മന്നാ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാണ്. മന്നാ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആരെന്ത് നല്ല സംഗതിയുമായിട്ട് വന്നാലും അതിനൊരു ഉടക്ക് പറയുന്ന, അതിനൊരു വിലങ്ങായി നിൽക്കുന്ന, അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരുവൻ. മന്നാഇൻ ലിൽ ഖൈർ, നന്മക്ക് ഒരിക്കലും തന്നെ പ്രോത്സാഹനം നൽകുകയോ പിന്തുണ നൽകുകയോ ചെയ്യാതെ ഏതു വിധത്തിലുള്ള നന്മക്കും തടസ്സമായി നിൽക്കുന്നവൻ. ഇവിടെ നന്മ എന്ന് പറയുന്നത്, ഖൈർ എന്ന് പറയുന്ന അറബി ഭാഷയിൽ സമ്പത്തും അതുപോലെ ധനത്തിനും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ നന്മകൾക്കും സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പൊ ആരെങ്കിലും ധനം ചെലവഴിച്ചുകൊണ്ടോ സാമ്പത്തികമായ പിൻബലം നൽകിക്കൊണ്ടോ ഒരാളെ സഹായിക്കുന്നുവെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇയാൾക്കുള്ളത്. എല്ലാം മുടക്കും. ഒരു നന്മ നാട്ടിലെ ആളുകൾക്ക്, സമൂഹത്തിനൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അതും മുടക്കും. അതാണ് ഇയാളുടെ നരകം ഇയാൾക്ക് അനിവാര്യമാക്കി തീർത്ത ഗുണങ്ങളിൽ ഒന്ന്. നേരത്തെ പറഞ്ഞു കഫാർ എന്ന ഗുണം, അതുപോലെ അനീദ് എന്ന അയാളുടെ പ്രത്യേകത. അനുസരണക്കേടും വഴങ്ങാത്ത പ്രകൃതവുമാണ് അനീദ്. അത് ഒരു മർക്കട മുഷ്ടിയാണ്, ദുർവാശിയാണ്. കഫാർ എന്ന് പറഞ്ഞാൽ നന്ദികേടും നിഷേധവുമാണ്. അതേപോലെ മന്നാഇൻ ലിൽ ഖൈർ, നന്മക്ക് ഉടക്ക് വെക്കുന്ന, അതിന് തടസ്സമുണ്ടാക്കുന്ന, എപ്പോഴും നന്മയും ഗുണവും സമൂഹത്തിൽ ഉണ്ടാകുന്നതിനുള്ള സംരംഭങ്ങളോ പ്രയത്നങ്ങളോ അഭിപ്രായങ്ങളോ രൂപപ്പെട്ടു വരുമ്പോൾ അതെങ്ങനെങ്കിലുമൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രകൃതം കാണിക്കുന്ന ആള്. അതാണ് മന്നാഇൻ ലിൽ ഖൈർ. മുഅ്തദിൻ മുരീബ്. മുഅ്തദ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പടച്ചു തമ്പുരാൻ വെച്ച അതിർവരമ്പുകളെ ലംഘിക്കുന്നവനാണ് മുഅ്തദ്. മുരീബ് എന്ന് പറഞ്ഞാൽ
സംശയാലുവാണ്. സംശയാലു എന്ന് പറഞ്ഞാൽ സ്വയം സംശയം ഉണ്ടാക്കൽ മാത്രമല്ല, മറ്റുള്ളവരിലും സംശയം പടർത്തുന്ന ആള്. നമുക്ക് ആലോചിച്ചാലും മനസ്സിലാവും. ഏത് കാര്യത്തിലും ഒരു സന്ദേഹം കാണിക്കുക. ഒരു ഇനിയിപ്പോ ഉണ്ടായിരിക്കും, പരലോകമൊക്കെ മരിച്ചു പോയാൽ ഒരു ആഖിറത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആർക്കപ്പോ അത് അറിയാൻ ഉറപ്പുള്ളത്, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന, മറ്റുള്ളവരിലേക്ക് സംശയം പടർത്തുകയും സ്വയം സംശയാലുവായി നിലകൊള്ളുകയും ചെയ്യുന്ന ആളാണ് മുരീബ്. അപ്പൊ മന്നാഇൻ ലിൽ ഖൈർ ആണ്, നന്മ തടയുന്നവനാണ്. നന്മക്ക് തടസ്സം ഉണ്ടാക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനും സമൂഹത്തിന് ഗുണകരമായ സംഗതികളിൽ ഏർപ്പെടുന്നതിനൊക്കെ എപ്പോഴും തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉടക്കുണ്ടാക്കുന്ന ആള്. മുഅ്തദിൽ, അള്ളാഹു വെച്ച അതിർവരമ്പുകളെയും പരിധികളെയും ഒക്കെ ലംഘിക്കുന്ന ആള്. അതുപോലെ മുരീബ്, സന്ദേഹിയാണ്, സന്ദേഹം പടർത്തുന്നവനുമാണ്. അങ്ങനെ ഒരാള്. അങ്ങനെയുള്ള സകല നിഷേധികളെയും നരകത്തിലേക്ക് എറിഞ്ഞു കളയുക എന്നാണ് സായിഖിനോടും ഷഹീദിനോടുമായിട്ട് അള്ളാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നിട്ട് ഈ നരകത്തിൽ എറിയപ്പെടുന്നവന്റെ വേറെയും ചില യോഗ്യതകൾ, വേറെയും ചില പ്രത്യേകതകൾ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിന് പുറമെ വേറെയും ചില ഇലാഹുകളെ ആരാധ്യന്മാരായി സ്വീകരിക്കുകയുണ്ടായവനാണ് ഇയാള്. അള്ളാഹുവിനെ ഏകനായ ഇലാഹായിട്ട് കാണുന്നതിന് പകരം അനർഹരായ മറ്റു പലരെയും അള്ളാഹുവിനെ പോലെ ദിവ്യത്വം ഉള്ളവനായി, ദൈവമായി പരിഗണിക്കുന്ന ഒരുവൻ. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യനെ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അങ്ങ് എറിഞ്ഞു കളയി എന്നാണ് അള്ളാഹു ഇവിടെ മലക്കുകളോടായിട്ട് നിർദ്ദേശിക്കുന്നത്. ഓരോരുത്തരെയും അങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണല്ലോ സാഹിത്തും ഷഹീദും. അപ്പൊ പറയുന്നത്, നിങ്ങൾ ഇരുവരും ചേർന്ന് അവനെ അങ്ങ് നരകത്തിലേക്ക് ഇട്ടേക്ക്. അവന്റെ പ്രത്യേകതകൾ, നരകം അർഹിക്കുന്ന വിധത്തിലുള്ള പ്രത്യേകതകൾ ഇതൊക്കെയാണ് എന്നാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. ആ പ്രത്യേകതകൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഒന്ന്, അയാള് നന്ദി കെട്ടവനും നിഷേധിയുമാണ്. രണ്ടാമത്തത്, അയാൾ ഒരു നിലക്കും വഴങ്ങാത്ത ദുർവാശിയുള്ള പ്രകൃതമുള്ളവനാണ്. വേറെ ഒന്ന്, മന്നാഇൻ ലിൽ ഖൈർ, നന്മക്ക് എന്നും ഉടക്ക് വെക്കുന്നവനാണ്, തടസ്സമുണ്ടാക്കുന്നവനാണ്. മുഅ്തദാണ്, അതിർവരമ്പുകളെ ലംഘിക്കുന്നവനാണ്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾക്ക് അകത്ത് നിൽക്കുന്ന പ്രകൃതമല്ല, എപ്പോഴും അത് ലംഘിക്കുന്ന പ്രകൃതം. മറ്റൊന്ന്, അവൻ മുരീബാണ്, സന്ദേഹിയാണ്, സംശയാലുവാണ്, മറ്റുള്ളവരിൽ സംശയം പടർത്തുന്നവനുമാണ്. വേറെ ഒന്ന്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും മാലിഹത്തായിട്ട് സ്വീകരിക്കുന്നവനും അവരെ അള്ളാഹുവിനു പുറമെ ആരാധിക്കുകയും ചെയ്യുന്നവനാണ് അയാൾ. അപ്പൊ അങ്ങനെയുള്ള ഈ അക്രമകാരിയായ മനുഷ്യനെ നിങ്ങൾ ഇരുവരും ചേർന്ന് നരകത്തിലേക്ക് അങ്ങ് എറിഞ്ഞു കളയും, ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവനെ അങ്ങ് എറിഞ്ഞേക്ക് എന്നാണ് മലക്കുകളോടായിട്ട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഖാല ഖരീനുഹു, അപ്പോ അവന്റെ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, റബ്ബനാ മാ തുഗൈതു, റബ്ബനാ മാ തുഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. ഇതാണ് അവന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത്. ഈ കൂട്ടുകാരൻ ആരാണ് എന്നത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ മുകളിലെ ആയത്തില് കൂട്ടുകാരൻ എന്ന് പരാമർശിച്ചത് രണ്ടിലൊരു സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അത് സായിഖാകും, അല്ലെങ്കിൽ ഷഹീദാകും. അത് കൂടുതൽ സാധ്യത സായിഖാവാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. എന്തായാലും അത് മലക്കുകളാണ്. അവരൊരിക്കലും തന്നെ അള്ളാഹു ഈ മനുഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. അവരത് നിരീക്ഷിക്കുന്നു, അതിന് ദൃക്സാക്ഷികളാവുന്നു,
അവന്റെ സകല സംഗതികളും രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ അവനെ ഒടുക്കം തിരികെ ഏൽപ്പിക്കുന്നു, ഹാജരാക്കുന്നു. ഇതാണ് എന്ന് പറഞ്ഞാൽ അവന് നരകത്തിലേക്ക് എടുത്തെറിയാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോ അതുകൂടി ചെയ്ത് തന്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ച് അതിൽ നിന്ന് പിൻവാങ്ങുന്ന രണ്ട് ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ സായിഖും ഷഹീദുമായ ആളുകൾ. എന്നാൽ ഇവിടെ അള്ളാഹു മറ്റൊരു ഖരീനിനെയാണ് പരാമർശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഖാല ഖരീനുഹു, അവന്റെ ഒരു കൂട്ടുകാരൻ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു സൂചന കാണാം. എല്ലാവർക്കും അവന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഖരീനായിട്ടൊരു ഷെയ്ത്താനെ, ഒരു പിശാചിനെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അവൻ അപ്പോൾ അവന്റെ കാര്യത്തില്, ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ഷെയ്ത്താന്റെ ഉദ്ദേശം അവൻ സ്വയം സംരക്ഷിക്കുന്നവനായിട്ട് നിലകൊള്ളുന്നില്ലെങ്കിൽ, അവന് ഗഫലത്തിൽ കഴിയുകയാണെങ്കിൽ, ഓർമ്മയില്ലാത്ത ഒരവസ്ഥയില് അശ്രദ്ധയിലൊക്കെ കഴിയുകയാണെങ്കിൽ ആ അവസരം പ്രയോജനപ്പെടുത്തിയിട്ട് അവനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് ഏതൊരാളുടെയും ഖരീനായ ശൈത്താൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഓർമ്മയുള്ളവനാകണം, അള്ളാഹുവിനെ സ്മരിക്കുന്നവനുമാകണം. അള്ളാഹുവിനെ കുറിച്ച് വിസ്മൃതിയിലായാൽ പിശാച് വേട്ടയാടും. കാരണം ഓരോ മനുഷ്യന്റെ കാര്യത്തിലും ഒരു ശൈത്താനെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ, അതുപോലെ വേറെ ചിലയിടങ്ങളിലൊക്കെ ആയിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഖാല ഖരീനുഹു, അവന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചീത്ത കൂട്ടുകാരനായി അവനോടൊപ്പം നിലകൊള്ളുന്ന പിശാച് ശൈത്താൻ പറയുകയാണ്, റബ്ബന മാ അത്ഗൈതു, അള്ളാഹുവെ ഞാൻ ഇവനെ ധിക്കാരിയാക്കിയിട്ടില്ല കേട്ടോ. ഇതാണ് പറയുന്നത്. അല്ലാഹുമ്മ റബ്ബന മാ അത്ഗൈതു എന്നാണ് പറയുന്നത്. മാ അത്ഗൈതുഹു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ തുകയാൻ ചെയ്യുന്നവനാക്കിയിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ല ഇവനെ താഗയാക്കി മാറ്റിയത്, അവൻ സ്വയം തന്നെ അങ്ങനെ ആയതാണ്. എനിക്ക് അതിൽ വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രേരിപ്പിക്കും, ഒരു അവസരം കിട്ടുമ്പോൾ അവനെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും എന്നല്ലാതെ അവൻ അതിലേക്ക് പോകണ്ട എന്ന് വെച്ചാൽ പിടിച്ചങ്ങോട്ട് ആക്കാനൊന്നും എനിക്ക് പറ്റൂല. അതിനൊന്നുള്ള അധികാരം എനിക്കില്ല, കഴിവുമില്ല. ഞാനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അവന് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, അവനെ പ്രേരിപ്പിക്കുകയും അവനോട് പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്യും എന്നേ ഉള്ളൂ. തീരുമാനമൊക്കെ അവന്റെ തന്നെയാണ്. അവൻ തന്നെയാണ് തുകയാൻ ഉള്ളവനായി, താഗിയായി, ധിക്കാരിയായിട്ട് മാറുന്നത്. അവന്റെ സ്വന്തം ഇച്ഛപ്രകാരം തന്നെയാണ്. അപ്പൊ എന്നെ കുറ്റപ്പെടുത്തണ്ട, ഞാനല്ല അവനെ ധിക്കാരിയാക്കിയിട്ടുള്ളത്, അവനെ താഗിയാക്കി മാറ്റിയത് ഞാനല്ല എന്നാണ് ഈ കൂട്ടുകാരൻ അള്ളാഹുവിനോടായിട്ട് പറയുന്നത്. ഖാല ഖരീനുഹു, അപ്പൊ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും തന്നെ ഒരു മലക്കാവില്ല, അത് ശൈത്താനേ ആവുള്ളൂ. അതുകൊണ്ട് ഈ ഖരീൻ എന്നവിടുത്തെ പരാമർശം ഓരോരുത്തരുടെയും കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ശൈത്താനുണ്ട്, അവനാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഖാല ഖരീനുഹു, അവന്റെ വേറൊരു കൂട്ടുകാരനാണ് പറയുന്നത്, റബ്ബന മാ അത്ഗൈതു, ഞങ്ങളുടെ നാഥ ഞാൻ അവനെ ധിക്കാരിയാക്കിയിട്ടില്ല, തുകയാൻ ചെയ്യുന്നവനാക്കി അവനെ മാറ്റിയത് ഞാനല്ല. ഞാൻ അതിന് പ്രേരണ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും എന്നതല്ലാതെ അവന്റെ മേലെ എനിക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അവൻ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ അതിലേക്ക് അവനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അതിലേക്ക് തള്ളിവിടാനൊന്നും എനിക്ക് കഴിയുമായിരുന്നില്ല. അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായാൽ മാത്രമേ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഫലം ഉണ്ടാവുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനാണ് അവനെ താഗിയാക്കിയത് എന്ന് ആരും പറയണ്ട, കാരണം ഞാനല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത്. റബ്ബന മാ അത്ഗൈതു, നാദാ ഞാൻ അവനെ താഗിയാക്കിയിട്ടില്ല, ധിക്കാരിയാക്കിയിട്ടില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, മറിച്ച് അവൻ തന്നെ സ്വയം തന്നെ വളരെ വിദൂരസ്ഥമായ വഴികേടിലായിരുന്നു.
തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തില് സത്യമാർഗത്തിൽ നിന്ന് അവൻ സ്വയം തന്നെ അകന്നു പോയിട്ടുണ്ടായിരുന്നു. സ്വയം തന്നെ സത്യമാർഗത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് എനിക്ക് അവനെ വേട്ടയാടാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് അവനെ വേട്ടയാടാൻ പറ്റൂല. എത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവരുടെ മേലൊക്കെ എനിക്ക് വല്ല സ്വാധീനവും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ ഈ ഒരു വ്യക്തിയുടെ തന്നെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു മാർഗഭ്രംശം അത് അയാളെ ബഹുദൂരം സത്യത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യമാർഗത്തിൽ നിന്നും നന്മയിൽ നിന്നൊക്കെ അയാൾ സ്വയം അകന്നതിന് കാരണമായിട്ടാണ് എനിക്ക് അയാളെ ധിക്കാരിയാക്കി മാറ്റാൻ, താഗിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നാരും പറയരുത്. മാ അത്ഗയിതു, ഞാൻ അയാളെ ധിക്കാരിയാക്കിയിട്ടില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ സ്വയം തന്നെ ഒരുപാട് വഴിപഴച്ചു പോയവനായിരുന്നു. ഇതാണ് ആ ഘട്ടത്തില് ശൈത്താൻ, അവന്റെ കാര്യത്തില് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശൈത്താൻ അള്ളാഹുവിനോടായിട്ട് പറയുന്നത്. ഖാല, ആ ഘട്ടത്തില് അള്ളാഹു പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ലാ തഖ്തസിമു ലദയ്യ, എന്റെ അടുക്കൽ എന്റെ സന്നിധിയിൽ വന്നിട്ട് ഇപ്പോ നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടണ്ട. ലാ തഖ്തസിമു, നിങ്ങൾ തർക്കിക്കരുത്. ലദയ്യ, എന്റെ അടുക്കൽ. എന്റെ അടുക്കൽ വന്നിട്ട് ഇപ്പോ ഈ മനുഷ്യൻ ദുർമാർഗിയാവുന്നതിന് ആരാണ് ഉത്തരവാദി? അവൻ തന്നെയാണോ അതോ അവന്റെ കൂട്ടുകാരനായിരുന്ന ശൈത്താനാണോ എന്ന വിഷയത്തിൽ നിങ്ങൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടണ്ട. ലാ തഖ്തസിമു ലദയ്യ, കാരണം വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് വഖദ് ഖദ്ദംതു ഇലൈക്കും, നിങ്ങൾ ഇരുവർക്കും തന്നെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവർക്കും തന്നെ നാം ഞാൻ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ബിൽ വഈദ്, ഒരു വാണിംഗ് ആയിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങളെ ഇക്കാര്യം ഞാൻ നേരത്തെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. മനുഷ്യന്റെ മുന്നിലുള്ള സാധ്യതകളെ കുറിച്ച്, അവന് അപകടത്തിൽ ചെന്ന് ചാടാൻ ഇടയുള്ള മേഖലകളെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോ അയാൾ ദുർമാർഗിയായതിന്, ധിക്കാരിയായതിന് ആരാണ് ഉത്തരവാദി എന്ന വിധത്തിലൊരു തർക്കം എന്റെ മുന്നിൽ വെച്ച് ആവശ്യമില്ല. കാരണം അത് ഓരോരുത്തർക്കും അറിയാം. അള്ളാഹുവിന്റെ താക്കീദിനെ അവഗണിച്ചുകൊണ്ട് ധിക്കാരത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്, അതിന് ആർക്കാണ് ഉത്തരവാദിത്വം എന്നത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ ഒരു തർക്കത്തിന് മുതിരണ്ട. ഞാൻ നേരത്തെ തന്നെ ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, നമ്മുടെ കൽപ്പന അല്ലെങ്കിൽ നമ്മുടെ വചനം, അതില് ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. മാ യുബദ്ദലുൽ ഖൗലു, ഈ ധിക്കാരിയുടെ, കഫാറിന്റെ, അനീതും കഫാറുമായ ആളുടെ കാര്യത്തിലുള്ള അവനെ നരകത്തിലേക്ക് എറിഞ്ഞേക്കുക എന്ന അള്ളാഹുവിന്റെ ആ കൽപ്പനയുണ്ടല്ലോ, ആ കൽപ്പന അള്ളാഹുവിന്റെ ഖൗലാണ്. ആ ഖൗലില് അതിൽ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ ഇവിടെ കിടന്ന് തർക്കിച്ചത് കൊണ്ട് അതിന്റെ ചുമതല നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയോ അതിന്റെ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാതിരിക്കുകയോ ചെയ്യുകയില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, നമ്മുടെ അടുക്കൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലായത് തന്നെ. അതല്ലാതെ നാം എന്തെങ്കിലും അജ്ഞതയുടെ അടിസ്ഥാനത്തിലോ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ധാരണയില്ലാതെയോ അങ്ങൊരു വിധി പുറപ്പെടുവിക്കുന്നതല്ല. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നാം കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഖൗല് നാം നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ തർക്കിച്ചത് കൊണ്ടൊന്നും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, നമ്മുടെ അടുക്കല് വാക്ക് മാറ്റിമറിക്കപ്പെടുകയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് സ്ഥിരതയുണ്ടാകും. ആ വാക്ക് അതേപടി അക്ഷരം പ്രതി പുലരും. അല്ലാതെ അത് നിങ്ങൾ ആരെങ്കിലും ശണ്ട കൂടിയത് കൊണ്ടോ
സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ നാം അതിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, നമ്മുടെ ദാസന്മാരോട് യാതൊരു വിധത്തിലുള്ള അക്രമം ചെയ്യുന്നവനുമല്ല നാം. മഹാ അക്രമി എന്നാണ് ലല്ലാം എന്ന് പറഞ്ഞ അർത്ഥം, അടുത്ത അക്രമം ചെയ്യുന്നവൻ. അപ്പോ നമ്മുടെ അടിയാറുകളോട്, ദാസന്മാരോട് എന്തെങ്കിലും വിധത്തിലുള്ള അക്രമം അല്ലെങ്കിൽ അനീതി ചെയ്യുന്നവനല്ല നാം എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ സംബന്ധമായ ഒരു കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞാൽ അതില് പിന്നെ മാറ്റം വരികയില്ല എന്നാണല്ലോ അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞതിന് എല്ലാവർക്കും അനർഹമായി ശിക്ഷ കിട്ടും എന്ന അർത്ഥമില്ല. കാരണം ഇബാദുകളുടെ കാര്യത്തില് അവർക്ക് എന്ത് പ്രതിഫലം നൽകപ്പെടുന്നു എന്ന കാര്യം തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ കൃത്യമായ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു ഒരാളോടും അനീതിയോ അക്രമമോ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ അനർഹമായി, അന്യായമായി ഒരാൾക്കും ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷേ നാം ഒരു വിധി നൽകിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ തർക്കിച്ചത് കൊണ്ട് ഞാനല്ല ഉത്തരവാദി, അയാളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിനറിയാം ആർക്ക് എത്ര അളവിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നത്. കൃത്യമായി അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, അതിനുള്ള പിൻബലമായ ദൃശ്യാവിഷ്കരണം തന്നെ അവിടെ ചെയ്തു വെച്ചുകൊണ്ടാണ് അള്ളാഹു ഈ നടപടി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു കൽപ്പന, നമ്മുടെ ഒരു വാക്ക് അവന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ മാറ്റിമറിക്കല് ഉണ്ടാവുകയില്ല. നിങ്ങളിവിടെ എന്റെ സാന്നിധ്യത്തില്, എന്റെ അടുക്കൽ വന്ന്, എന്റെ സന്നിധിയിൽ വന്ന് തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ടൊന്നും അതിൽ മാറ്റുണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താം, അള്ളാഹു ആരോടും ദുൽമ ചെയ്യുകയില്ല. അർഹിക്കാത്ത ശിക്ഷ നൽകുകയോ അർഹിക്കുന്ന പ്രതിഫലം നൽകാതിരിക്കുകയോ ചെയ്യുന്നവനല്ല അള്ളാഹു. അള്ളാഹു ഓരോരുത്തരുടെയും അർഹത അനുസരിച്ച് മാത്രമാണ് അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുക. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു സംഭാഷണമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആളെ ഏറ്റുവാങ്ങുന്ന സായിഖും ഷഹീദും എന്നീ മലക്കുകൾ ചേർന്ന് അവനെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ, അള്ളാഹുവെ എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന ആളെ ഞാനിതാ ഇവിടെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ഏൽപ്പിച്ചുകൊണ്ട് ആ മലക്കുകൾ അവരുടെ ഡ്യൂട്ടി അവസാനിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് നടക്കുന്ന സംഭാഷണമാണ് ഇവിടെ നമ്മൾ കാണുകയുണ്ടായത്. നരകത്തിലേക്ക് എറിഞ്ഞു കളയി നിഷേധിയായ, ധിക്കാരിയായ, അതുപോലെ നന്ദി കെട്ടവനായ, വഴങ്ങാനും അനുസരിക്കാനും കൂട്ടാക്കാത്തവനായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 8-9 പ്രത്യേകതകള് അയാളെ നരകത്തിന് അർഹനാക്കിയ 8-9 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവനെ നരകത്തിലേക്ക് എറിഞ്ഞേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ സംസാരം നടന്നതിനെ തുടർന്നാണ് അവന്റെ പിശാച്, കൂട്ടുകാരനായിരുന്ന പിശാച് രംഗത്ത് വരുന്നതും ഇവന് നരകാവകാശിയാകുന്ന വിധത്തിൽ ഒരു താഗിയായി മാറിയത് ഞാൻ കാരണമല്ല കേട്ടോ, അത് അവന്റെ തന്നെ സ്വയം പ്രവർത്തനങ്ങൾ കാരണമായി, അവന്റെ നിലപാടുകൾ കാരണമായി, അവന്റെ തന്നെ കയ്യിലിരിപ്പ് കാരണമായി ഉണ്ടായതാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കല് ഈ ശൈത്താൻ ആയ ഖരീൻ വിവരിക്കുന്നത്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഇരുവരും തർക്കിക്കണ്ട, ഇക്കാര്യത്തിൽ എന്റെ മുന്നിൽ വന്ന് തർക്കത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല, അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ കൽപ്പന തന്നെയാണ്, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ നാം ആരോടും ദുൽമ ചെയ്യുകയില്ല. അക്രമമോ അനീതിയോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ആശങ്ക ആർക്കും വേണ്ടതില്ല എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.